Recording in progress. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോടും ഇവിടെയുള്ള വിലപ്പെട്ട ദൈവമക്കളോടും ചേർന്ന് ഒരു പ്രാവശ്യം കൂടി കൂട്ടായ്മയിൽ ഒരുമിച്ച് സംബന്ധിപ്പാനും ദൈവവചനം പങ്കുവെക്കുവാനും കർത്താവ് തന്ന ഈ ഭാഗ്യപദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് ഇങ്ങനെ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് ഒരു ഓൾ നൈറ്റ് പ്രെയറായി ദൈവം നൽകി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസനെ, സഭയൊക്കെ ദൈവം സഹായിക്കട്ടെ. ഈ പ്രാർത്ഥനകൾ ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം നമ്മെ നടത്തിയല്ലോ. ശ്രേഷ്ഠമായി ദൈവത്തിൻ്റെ കരുതലിൽ മറയപ്പെടുവാൻ, ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടപ്പാനൊക്കെ ദൈവം തന്ന ഭാഗ്യപദവിക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ സമയവും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവശബ്ദത്തിൽ കർത്താവ് നമ്മോട് ഹൃദ്യമായി ഇടപെടുന്ന നിമിഷങ്ങളാക്കി ഈ ആത്മീക ശുശ്രൂഷ മാറേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം ഇങ്ങനെ തന്ന അവസരത്തിനായി, സ്തോത്ര ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ദൈവദാസനോട് സഭയോടുള്ള നന്ദി ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ദൈവം നമുക്ക് തന്ന നല്ല സമയങ്ങൾക്കായി സ്തോത്രം. ഈ സഭയുടെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിയ നിങ്ങളോട് ചേർന്ന് ഞങ്ങൾക്കും സന്തോഷിപ്പാൻ ദൈവം ഒരുക്കിയ എല്ലാ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വരും നാളുകളിലും പ്രാർത്ഥനയിൽ വിതച്ചത് കൊയ്തെടുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ തല യഹോവയാൽ ഉയർന്നിരിക്കുന്ന, നമ്മുടെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്ന നല്ല അനുഭവങ്ങൾ പരിശുദ്ധാത്മാവി സഭയിൽ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും ഒരു കോട്ടയാണ്. പ്രാർത്ഥിച്ച ഞങ്ങളെ ശുശ്രൂഷയിൽ കൈത്താങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവമെങ്കിൽ ഇന്ന് രാവിലെ ചില ദിവസങ്ങൾ ശുശ്രൂഷയ്ക്കായി ബഹറിനിലേക്ക് കടന്നു പോവുകയാണ്. പോകുന്നതിന് മുൻപ് നിങ്ങളോട് ചേർന്ന് ഇങ്ങനെ ദൈവം തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യാത്രയോർത്ത്, ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവമെങ്കിൽ ഒരു മാസം അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തോടെ ദൈവം മടക്കി വരുത്തുവാൻ ദൈവമക്കളെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. ചില മണിക്കൂറുകൾക്കകം ഇറങ്ങേണ്ടത് കൊണ്ട് മെസ്സേജ് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകും. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ പ്രാർത്ഥന, വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ അല്പനിമിഷങ്ങൾ ദൈവവചനത്തിന് മുൻപിലായിരിക്കാം. മത്തായി സുവിശേഷത്തിലെ ഒരു വേദഭാഗമാണ് ദൈവമക്കളുമായി അല്പനിമിഷങ്ങൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 4, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കുമല്ലോ. മാത്യു ചാപ്റ്റർ 4 വേഴ്സസ് 1, 2 and 3. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. മതി, ആ പദമാണ് ദൈവമക്കളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഇതിനോട് ചേർന്ന 11 വാക്യം കൂടെ ഒന്ന് വായിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. വേഴ്സ് 11. ദൂതന്മാർ അടുത്തു വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. ദൂതന്മാർ 11 വാക്യത്തിൽ ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. അപ്പോൾ പിശാച് യേശുവിനെ വിട്ടുപോയി. അതാണ് മെയിൻ വിഷയം. അത് വിട്ടുകളഞ്ഞ മെസ്സേജ് അങ്ങ് പോകും. 3 വാക്യത്തിൽ നമ്മൾ വായിച്ച് നിർത്തിയത് എവിടാണ്? അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്. ഉറങ്ങുന്നവരെല്ലാം ഒരു സ്തോത്രം പറഞ്ഞേ. ഉറങ്ങുന്നവരെല്ലാം ഒരു സ്തോത്രം പറഞ്ഞു. സന്തോഷങ്ങള്. നിങ്ങളിവിടെ ഉണ്ടോയെന്ന് നോക്കിയതാ. ഓക്കെ, അപ്പം 3 വാക്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയാണ്? അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അത് ശ്രദ്ധിക്കണം. ഇനി 11 വാക്യം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം ഈ 2 വാക്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോ? 3 വാക്യത്തിൽ എന്ത് ചെയ്തു? അടുത്തു വന്നു. 11 വാക്യത്തിൽ എന്ത് ചെയ്തു? വിട്ടുപോയി. ഇന്ന് നമ്മുടെ ചിന്താ വിഷയം അതാണ്. സ്തോത്രം. ഉറക്കമെല്ലാം വിട്ടുപോകണം. ഓക്കെ, അടുത്ത് വന്ന ഉറക്കമെല്ലാം എന്ത് ചെയ്യണം?
വിട്ടുപോകണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ നല്ലൊരു കോറിലേഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് രാത്രിയിൽ അതാണ് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടോ ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടോ ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, നേരായ പാതയിൽ സേവനം ദൂതന്മാർ ബോടാണ് നീടുമേ. നേരായ പാതയിൽ സേവനം ദൂതന്മാർ ബോടാണ് നീടുമേ. ഒരിക്കൽ കൂടി, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടോ ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ശുദ്ധരോടോ വേവാഴ്. മത്തായി സുവിശേഷത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് കർത്താവിൻ്റെ സ്നാനം, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമൊക്കെ വളരെ നന്നായി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൊച്ചു ക്ലാസ്സുകളിൽ, സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ച് പോയ ഒത്തിരി അനുഭവങ്ങൾ, ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ചില ഇമേജുകളുണ്ടല്ലേ? എന്താ അത്? വഴിയൊരുക്കുവാൻ ഒരാളെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നു. അവന് യോഹന്നാൻ എന്ന പേര്. സിമ്പിളായ ഒരു ജീവിതം നയിച്ച, ഒരു കഠിന വ്രതമുള്ള ഒരു ദൈവമനുഷ്യനായിരുന്ന, ഒരു എസേന്യനായിരുന്ന യോഹന്നാൻ, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി വില കൊടുത്ത് മരുഭൂമിയിൽ പാർത്ത് വചനം വായിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ട് യേശുവിന് വഴിയൊരുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മരുഭൂമിയിൽ വിളിച്ചു പറയുവാൻ തുടങ്ങി, കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവി. ക്ഷണിക്കപ്പെട്ട ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നല്ല യോഹന്നാൻ പ്രസംഗിക്കുന്നത്, മരുഭൂമിയിലെ ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ പട്ടണങ്ങളിൽ പാർക്കുന്നവർ അവരുടെ വിശുദ്ധിയുടെ തീവ്രത കുറഞ്ഞു പോകും എന്ന് കണ്ട് പട്ടണങ്ങളിലൊക്കെ മാറി ലോകത്തിൻ്റെ ലക്ഷറിയൊക്കെ വിട്ട് ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങളിൽ മഹാഭൂരിപക്ഷവും വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന് ആ മശിഹയ്ക്ക് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു എസേന്യർ. ജീവിത വിശുദ്ധി പുലർത്തിയിരുന്നവരാണ്. ജീവിത വിശുദ്ധി പുലർത്തിയിരുന്നത് കൊണ്ട് പട്ടണങ്ങളിൽ നിന്ന് സമൂഹം ഇവരെ തേടി വരും. കാരണം ഇവർ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ജീവിത വിശുദ്ധി പാലിക്കുന്നവരാ, വചനം അറിയാവുന്നവരാ. അതുകൊണ്ടാണ് പട്ടണത്തിലുള്ളവർ എങ്ങോട്ട് വരുന്നത്? സാധാരണ മരുഭൂമിയിലുള്ളവരാ എവിടെ വരണ്ടേ? പട്ടണത്തിൽ വരേണ്ടത്. ഇവിടെ വൈസ് വെർസയാ, ഓപ്പോസിറ്റാ. അതിൻ്റെ കാരണം എന്തുവാ? ഈ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഇവരുടെ അടുക്കൽ കൊണ്ടുവരും. സമൂഹം ഇവരുടെ വചന ശുശ്രൂഷ കേൾക്കാൻ ഇവരുടെ അടുക്കലേക്ക് വരും. ആകർഷിച്ചിട്ട് വരുവല്ല, മറിച്ച് അവരുടെ ജീവിത വിശുദ്ധിയാണ് ജനത്തെ അവരിലേക്ക് എന്ത് ചെയ്തത്? ആമേൻ. വചനത്തെക്കുറിച്ചുള്ള അറിവ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്ന സമൂഹത്തോട് ഇവര് പ്രവചിക്കും, ദൂത് പറയും, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, ദൈവത്തിൻ്റെ വചനം പറയും. ആ വചനത്തിൽ കാതലായ ഒറ്റ
മെസ്സേജാ, കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ഈ മാനസാന്തരത്തിന്റെ സുവിശേഷം വളരെ ശക്തമായി ജനത്തിൻ്റെ ഇടയിലേക്ക് വ്യാപരിച്ചപ്പോൾ ബാപ്റ്റിസം എന്ന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം കിട്ടി. എന്ത് കിട്ടി? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ കൊടുത്ത സ്നാനം എന്തുവാ? മാനസാന്തര സ്നാനം. നമുക്കറിയാം, ദ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. ശുദ്ധീകരണത്തിന് ജനത്തെ വിളിച്ചിറക്കി. ആ ശുദ്ധീകരണത്തിന്റെ ദൂത് കൊടുത്തു കഴിയുമ്പോൾ ജനം ചോദിക്കും, വാട്ട് ഷാൽ വി ഡു ടു ബി ക്ലെൻസ്ഡ്? അതിനൊറ്റ മറുപടി, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കണം, ഒരു പുതിയ തീരുമാനത്തോടെ. ആ പ്രോസസ്സിലേക്ക് അവരെ കടത്തിവിടുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. അവരെ വെള്ളം കൊണ്ട് കഴുകുകയല്ല, മറിച്ച് ഒരു തീരുമാനത്തിന് ഒരുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ബാപ്റ്റിസം. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ ബാപ്റ്റിസത്തിൻ്റെ ഒരു വക്താവായി മാറിയത്, അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി പേരെ സ്നാനം കഴിപ്പിച്ചു. ഈ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എൻട്രി ചെയ്യുക. കർത്താവിനെ കണ്ട യോഹന്നാൻ പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വചനമൊക്കെ കൂടെ ഒന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, നിങ്ങൾക്കൊരു ബലമാണ്. ഓക്കെ, പാസ്റ്റർ അങ്ങ് പറഞ്ഞോ ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലല്ല, ഒന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ, അയ്യോ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണേ, ദൈവമേ സ്തോത്രം. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷേ എൻ്റെ പിന്നാലെ വരുന്നവനൊരു പ്രത്യേകതയുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇത് രണ്ടും രണ്ട് ടോപ്പിക്കാണ്. ഒന്നല്ല, പരിശുദ്ധാത്മാവിലും ഇന്ന് പറയുന്ന തീയല്ല, അത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇന്ന് നമ്മളത് എടുത്താൽ നമുക്ക് ഇന്നത്തെ പ്രസംഗം നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തീ എന്നൊരു പദം എടുക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിലും തീയിലും എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. കർത്താവിൻ്റെ ബാപ്റ്റിസം ശുശ്രൂഷയിൽ നടന്ന ഒരു കാര്യം നമുക്കറിയാം. സ്വർഗം തുറന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു. അവിടെ ഒരു ശബ്ദം ജനം മുഴുവൻ കേട്ടു, ഇവൻ എൻ്റെ. ആ ശബ്ദത്തിൽ നിന്നാണ് നമ്മുടെ ഇന്ന് രാത്രിത്തെ മെസ്സേജ് തുടങ്ങുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. ഒരു ദൈവവേദന ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം പ്ലീസ്ഡ്. ഞാൻ പ്രസാദിച്ചിരിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ മകളെന്ന് സ്വർഗം സാക്ഷ്യം പറയുന്ന ഒരനുഭവമാണ്. ഇനി അധികം വൈകാതെ ഇതുപോലൊരു സാക്ഷ്യം വെളിപ്പെടും. അത് അന്ത്യകാഹളത്തിങ്കല, ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം നമ്മുടെ കാതുകളിൽ. അത് കേൾക്കാനുള്ള ആവേശമുണ്ടോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം അധികം വൈകാതെ നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ കർത്താവിന്റെ വരവിനെ ഓർപ്പിക്കുന്ന പാട്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? അതാ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് പാടുന്നത്. നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തരാൻ. ഇതൊക്കെ പാടുമ്പോഴേ നമ്മുടെ അകത്ത്, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ എനിക്ക് അതിനകത്തൊന്നും പരാതിയില്ല, വിരോധമില്ല. പക്ഷെ ഇതൊക്കെ പാടിക്കൊണ്ടിരുന്ന അത് നമ്മൾ മറക്കും. എൻ്റെ വീട്ടിൽ ആഹാരം, എനിക്ക് ആ പാട്ടിനോട് യാതൊരു വിരോധം. പക്ഷെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്ന എന്ത് പറ്റും? മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും കണ്ടോ, ഒരു പാട്ട് പാടിയിട്ട് പലർക്കും അറിയത്തില്ല, കാരണം ഇത് പാടുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. ഇടയ്ക്കൊക്കെ പാടണ്ടേ? ഇവിടെ പാടിയില്ലെങ്കിലും വീട്ടിലെങ്കിലും ഇടയ്ക്ക് ആ പാട്ടുകളൊക്കെ പാടി ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു ഇൻസ്പിറേഷൻ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്തോത്ര കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പാട്ടെങ്കിലും മസ്റ്റായിരുന്നു കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട്. അപ്പം ഇതൊക്കെ കേട്ട് വളരുമ്പോൾ നമ്മുടെ അകത്ത് കൊച്ചു പ്രായം മുതൽ ഇൻസ്പിറേഷൻ എന്തുവാ? നമ്മുടെ ലക്ഷ്യം ഇവിടെ അല്ല, നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മുടെ വാസം ഇവിടെ അല്ല, നമ്മുടെ ഭാവി ഇവിടെ അല്ല. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, ഇതിനപ്പുറം ഒരു പ്രത്യാശയുണ്ടെന്നൊരു ഇൻസ്പിറേഷൻ അടുത്ത തലമുറയ്ക്കും ദൈവാത്മാവിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്തോത്രം. ഇങ്ങനെയുള്ള പാട്ട് പാടി ഞാൻ ഒരു കാര്യം പറയാം, ഇവിടുത്തെ വിഷമങ്ങളൊക്കെ കുറേ നമ്മൾ മറക്കും. നമ്മൾ അധികം വൈകാതെ പറന്നു പോകും എന്നൊരു വിശ്വാസം അകത്ത് കയറിയാൽ ഇവിടെയുള്ള കുറേ ടെൻഷൻ എന്ത് ചെയ്യും? ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പറയണം. പറഞ്ഞ ശരിയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതൊരു ബ്രെയിൻ സ്റ്റോമിങ് ആണ് കേട്ടോ. നമ്മുടെ മനസ്സിനും എന്തായി തീരും?
ചിലർക്കൊരു സന്തോഷമില്ല, അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. ഓക്കെ, നമുക്ക് വളരെ വേഗം മുന്നോട്ട് പോകാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. അതൊരു ദൈവശബ്ദം, അതൊരു പരസ്യ ഡിക്ലറേഷനാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാര് കേട്ടു? ജനം കേട്ടു. കേട്ട കൂട്ടത്തിൽ കേൾക്കേണ്ട ആൾ കേട്ടു. അതാരാ? നമ്മുടെ ടോപ്പിക്ക് അതാണ് പരീക്ഷകൻ. നമ്മളതിലേക്കാണ് വരുന്നത്. കേൾക്കേണ്ട ഒരാളും കൂടെ അത് കേട്ടു. എന്തോ കേട്ട ശബ്ദം? ദിസ് ഈസ് മൈ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അത് വലിയൊരു പദവിയാണ്. അത് ദൈവം നമുക്ക് തരുന്ന, നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് തരുന്ന ഒരു അനുഗ്രഹമാണ്. ഇതാര് കേട്ടു? സ്തോത്രം, പരീക്ഷകൻ കേട്ടു. പരീക്ഷകന്റെ ഒറ്റ മോട്ടീവേ ഉള്ളൂ, ഈ സാക്ഷ്യം കളയണം. സ്തോത്രം. സ്വർഗം പറഞ്ഞ സാക്ഷ്യം, നമ്മളെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം എന്ത് ചെയ്യണം? ഈ പിശാചിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിളിൽ പല പദങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പാമ്പെന്ന് എഴുതിയിട്ടുണ്ട്, ചില ഭാഗത്ത് പഴയ പാമ്പെന്ന്, ചില ഭാഗത്ത് വീണുപോയ ദൂതന്മാരെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ എടുത്താൽ ഡീമനോളജി എന്നൊരു പദം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അക്കാഡമിക് സർക്കിളിൽ പഠിക്കുന്നവർക്കറിയാം, ഈ പിശാചുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് പറയുന്ന എൻ്റെ പേരെന്തുവാണ്? ഡീമനോളജി. ദൈവത്തിന് സ്തോത്രം. അത് പഠിപ്പിക്കാനല്ല വന്നേ, പക്ഷേ അത് ചിന്തിക്കുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ ഈ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഈ അക്കാഡമിക് ഡിസിപ്ലിൻ നമ്മൾ പഠിക്കുമ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഇതുപോലെ നാണമില്ലാത്ത ഒരാൾ ലോകത്ത് എന്ത് ചെയ്തിട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ഉദാഹരണം പറയും. ഇപ്പം ഉദാഹരണമാണേ, ഞാനിപ്പോൾ സന്തോഷ് സാറിനെ രണ്ട് തവണ വിളിച്ചു. ഉദാഹരണം, ഒന്നാം തവണ വിളിച്ചു, റെസ്പോൺസ് ഇല്ല. രണ്ടാം തവണയും വിളിച്ചു, റെസ്പോൺസ് ഇല്ല. തിരിച്ചു എന്ത് ചെയ്തില്ല? ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും? വിളിക്കത്തില്ല. നോർമൽ പേഴ്സൺ എന്ത് ചെയ്യത്തില്ല. എന്നാലും ക്ഷമയുള്ളവരൊക്കെ ഉണ്ട്, എന്നെ പോലുള്ളവർ. ഞങ്ങൾ 10 തവണ വിളിച്ചെടുത്തില്ലേലും ചില വിശ്വാസികൾ എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. എന്നാലും 11 നമ്മൾ എന്ത് ചെയ്യും? അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞ നോർമൽ കോഴ്സിൽ ഒരാൾ എന്ത് ചെയ്യത്തില്ല. കാര്യം എന്താ? നമുക്ക് എന്തുണ്ട്? പറയാൻ ബുദ്ധിമുട്ടാ. നമുക്ക് എന്തുണ്ട്? നമ്മൾ 2-3 തവണ ഒരാളോടൊരു കാര്യം ഇനി സ്വന്തം കുഞ്ഞുങ്ങളോടാട്ടെ, കുറേ കഴിയുമ്പോൾ നമ്മളും എന്ത് ചെയ്യും? കാരണം നമുക്ക് എന്തുണ്ട്? സത്യമല്ലേ? ഒരാൾ നമ്മളെ കണ്ട് മിണ്ടാതെ പോയി, നമ്മളും തീരുമാനം എടുത്തു അടുത്ത വെള്ളിയാഴ്ച അദ്ദേഹത്തെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എന്തുണ്ട്? പക്ഷേ നാണമില്ലാത്ത ഒരാളെ ബൈബിളിൽ രേഖപ്പെടുത്തുന്നെങ്കിൽ അതൊറ്റ ആളാ. അതാരാ? പരീക്ഷ. എത്ര തോറ്റാലും മുട്ടുമടക്കത്തില്ല. സ്തോത്രം. എന്തോ വിൽ പവറാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്ന് എന്ത് ചെയ്യും? ദൈവ ആത്മീയ ജയം തരും, എന്നാലും വിടുവോ? കാര്യം എന്താ? മരണം വരെ നമ്മുടെ പുറകിൽ നടക്കുന്ന ഒരാളാണ്. ഒറ്റ ലക്ഷ്യം, ദൈവം നമുക്ക് തന്ന സാക്ഷ്യം നഷ്ടപ്പെടുത്തണം. സീരിയസ് ആണോ? ദൈവം തന്ന സാക്ഷ്യം ഏതാ? ഇവൻ എൻ്റെ സ്തോത്രം. ഈ സാക്ഷ്യം നമ്മളിൽ എന്ത് ചെയ്യണം? നഷ്ടപ്പെടുത്തും. പൗലോസ് ലേഖനത്തിൽ എഴുതുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ല. ഏറ്റവും നല്ല ടാക്ടിക് അറിയാവുന്ന ആള് അംബാനി അദാനി ഒന്നുമല്ല. എപ്പം നമ്മുടെ അടുത്ത് വരണമെന്ന് നമുക്ക്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, വിശ്വാസികളെ ഏത് ടൈമിന് വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കുളിക്കുമായിരിക്കും, ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ ജോലി ചെയ്യുമായിരിക്കും. ഒരു ടൈമിലങ്ങ് വിളിക്കും, പിന്നെ എപ്പോഴേലും അവർ തിരിച്ചെന്ത് ചെയ്യും. പക്ഷെ എപ്പോൾ അപ്രോച്ച് ചെയ്യണമെന്ന് ആർക്കറിയാം? അറിയാം. പ്രൈസ് ദി ലോർഡ്. അതാ 3-ാം വാക്യം. ഇനിയും ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒന്നും കൂടെ കയറും. 3-ാം വാക്യം ഒന്ന് വായിച്ചേ ബിജ. ഒന്ന് ശ്രദ്ധിച്ചേ. എപ്പം? അപ്പോൾ പരീക്ഷകൻ എപ്പോഴാണ് അടുത്ത് വന്ന? ആ വാക്യം ഒന്ന് ക്ലോസ്ലി ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട് 2-ാം വാക്യത്തിൽ, ലാസ്റ്റ് സെന്റൻസ്. 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം യേശുവിന് വിശന്നു. ഉപവസിച്ചപ്പോഴല്ല,
ശേഷം അവന് ഒരു വിഷമം ഉണ്ടായപ്പം ആരടുത്തു? പരീക്ഷകൻ വന്നു. അതുവരെ ആര് വന്നില്ല. അപ്പം നമ്മളെ ഏത് ടൈമിൽ അപ്രോച്ച് ചെയ്യണമെന്ന് ആർക്കറിയാം? സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് ആരെങ്കിലും നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എൻ്റെ മൂഡ് ഒട്ടും ശരിയല്ല, ഇപ്പം എൻ്റെ അടുത്ത് എന്ത് ചെയ്യരുത്. നമുക്കറിയാം നമ്മളെ തന്നെ നമുക്ക് ഇഷ്ടമല്ല ആ സമയത്ത്. കാരണം നമ്മുടെ മൂഡ് എന്തല്ല. പിള്ളേർ വന്നാൽ പറയും, ഇപ്പം എൻ്റെ അടുത്ത് വരരുത്, മാറിയിരുന്നോണം. ഇപ്പം വന്നാൽ എന്താവും? ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? ഏത് മൂഡിൽ അടുത്ത് വരണമെന്ന് ആർക്കറിയാം? സ്തോത്രം. 40 രാവും 40 പകലും കർത്താവ് എന്ത് ചെയ്തു? ഞാനിങ്ങനെ ചിന്തിക്കും, ഇതൊരു പ്രൊക്ലെയിംഡ് ഫാസ്റ്റിംഗ് പ്രയർ ഒന്നും അല്ലായിരുന്നു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഞാൻ ആ വചനം വായിച്ചപ്പം 1-ാം വാക്യം എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്: യേശുവിനെ ആത്മാവ് എങ്ങോട്ട് നടത്തി? അപ്പം ഈ ഫാസ്റ്റിങ്ങിലേക്ക് തള്ളിവിട്ടതാരാ? ആത്മാവ്. നമുക്ക് ഇഷ്ടമില്ലാത്ത മരുഭൂമികളിലേക്ക് നമ്മളെ തള്ളിവിടുന്നതാരാ? കണ്ടോ, അന്തരീക്ഷം പോയി. ആത്മാവിനെ കുറിച്ച് നമുക്ക് ഏറ്റവും നല്ല അഭിപ്രായമുള്ളൂ അല്ലേ? ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇന്നത്തെ യങ് ജനറേഷനൊക്കെ കത്തിപ്പടരും. വേറെ ഒരു വാക്ക് വേണ്ട, ഹോളി സ്പിരിറ്റ്, ഫയർ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അവരങ്ങ് ആവേശത്തിലാകും. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? പക്ഷെ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ചില മരുഭൂമികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നും കൂടെ വായിച്ചു നോക്കി. യേശു പോയെന്നല്ല, ആത്മാവ് അവനെ. റിജോയ് സഭ ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മാവാണ് ചില വഴികൾ നമ്മളെ നയിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ പ്രതീക്ഷിച്ചാലും എക്സ്പെക്ട് ചെയ്താലും അല്ലെങ്കിലും, ആത്മാവ് നിർബന്ധിച്ച ചില വഴികളിലേക്ക്. ആമേൻ. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ പല രോഗങ്ങളും കയറി വരുന്നത്? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ പല മാനസിക പ്രയാസങ്ങളും കയറി വരുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വഴികളിലേക്ക് ആത്മാവ് നമ്മളെ. പക്ഷെ ആ നടത്തപ്പെട്ട വഴിയിൽ അതൊരു ഫാസ്റ്റിംഗ് ആയി മാറി. 40 രാവും പകലും ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കാൻ കർത്താവ് തീരുമാനിച്ചു. ആ ഉപവാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. മരുഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം. ചൂടുള്ളപ്പം നല്ല ചൂടാണ്, തണുപ്പുള്ളപ്പം നമ്മളൊക്കെ എന്ത് സൗകര്യത്തിലായിരിക്കുന്നത് അല്ലേ? ഒരു ഓപ്പൺ മരുഭൂമിയിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ നാട്ടിലൊക്കെ പോയി വലിയ സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മരുഭൂമിയിൽ നിന്നാണ്. ശരിക്കും മരുഭൂമിയുടെ കണ്ടീഷൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ മരുഭൂമിയുടെ പ്രത്യേകത? എക്സ്ട്രീം ക്ലൈമറ്റുകളാണ്. പിന്നെ നല്ല കാറ്റും ഇടയ്ക്ക്. സ്തോത്രം. പൊടിക്കാറ്റ്. സത്യമാണ്. ഞാനിവിടെ വന്ന് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഒരു കാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോബ് മുടക്കാൻ ഏറ്റവും നല്ല അവസരമാണ് വെള്ളിയാഴ്ച. ഒരു പ്രത്യേക കാറ്റ്. അത് മരുഭൂമിയുടെ ഒരു പ്രത്യേകത. എക്സ്ട്രീം ക്ലൈമറ്റുകളാണ് മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രീംസാണ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പൊ ജീവിതത്തിന്റെ എക്സ്ട്രീംസ് ആണ് മരുഭൂമി എന്ന് പറയുന്നത്. അത് സിംബോളിക്കായിട്ട് നമ്മൾ പഠിക്കണം. അവിടേക്കാണ് ആത്മാവ് എന്ത് ചെയ്തത്? ഈ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ആത്മാവെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം വരും. ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ട്, ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി. പാടാറുണ്ടോ ഇവിടെ? കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ, ക്ഷീണരേ സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി. അടുത്ത പദം വളരെ ചലിപ്പിക്കുന്നതാ. സഞ്ചാരി നീ കൂടവാ, ചേർക്കാം നിന്നെ. നമ്മൾ വിചാരിക്കുന്ന ആത്മാവ് ഒരു കമ്പാനിയനാ, സത്യമാ, തർക്കമില്ല. ആത്മാവ് ഒരു വഴികാട്ടിയാ, സത്യമാ. ആത്മാവ് ആശ്വസിപ്പിക്കുന്ന ആത്മാവാ, സത്യമാ. ആത്മാവ് ബലം തരുന്ന ആത്മാവാ. പക്ഷെ ആത്മാവ് നിർബന്ധിക്കുന്ന ആത്മാവാ. അതൊരു ഒത്തിരി എക്സൈറ്റിംഗ് അല്ല. ആത്മാവ് എന്ത് ചെയ്യും? നിർബന്ധിക്കും. ആത്മാവ് എന്ത് ചെയ്യും? നിർബന്ധിക്കും. പുറകിന് നടന്ന് എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കാത്ത വഴികളിൽ ആത്മാവ് നമ്മളെ. പക്ഷെ ഇതിന്റെ പിന്നിലെല്ലാം ആത്മാവിനൊരു പദ്ധതിയുണ്ട്. ആത്മാവിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞ കർത്താവിനെ ആത്മാവ് എങ്ങോട്ടാണ് നടത്തിയേ? ഈ പലരും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടാൽ നീ രക്ഷപ്പെട്ടെന്ന്. പക്ഷെ ബൈബിൾ അതിനെതിരാ കേട്ടോ.
ബൈബിൾ ഒരിക്കലും അങ്ങനെ പറയും. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? സ്നാനപ്പെടാൻ നേരത്ത് സ്നാനപ്പെട്ട പ്രശ്നം മാറുമെന്നല്ല, സ്നാനപ്പെട്ട പ്രശ്നം തുടങ്ങുക. ചലഞ്ച് ഏറ്റവും കൂടുതൽ തുടങ്ങുന്നത് എവിടാ? ഇരിപ്പ് കണ്ടിട്ട് സ്നാനപ്പെട്ടിട്ട് പോലും ഇല്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയേ ചലഞ്ച് കൂടുക. അങ്ങനെ പ്രസംഗിച്ച ആവേശം കിട്ടി കർത്താവിൻ്റെ സന്നിധി സ്നാനപ്പെട്ട ഒത്തിരി പേരുണ്ട്. പക്ഷെ അധികം വൈകാതെ അവരൊക്കെ എന്ത് ചെയ്തു? തിരിച്ചു പോയിട്ടുണ്ട്. സ്നാനപ്പെട്ട പ്രശ്നം തീരുകയല്ല ദൈവമക്കളെ, സ്നാനപ്പെട്ടാൽ പ്രശ്നം തുടങ്ങുക. പക്ഷെ ഒരുറപ്പ് നിനക്കുണ്ട്, ഈ പ്രശ്നത്തിലെല്ലാം ദൈവം ജയം തരും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ആത്മീയ ജീവിതത്തിൽ തോൽവികളുണ്ട്, ആത്മീയ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്. അത് ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്ന ഒരനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കേരളത്തിലെ SLCയുടെ മാർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വതന്ത്രം 90% A+. സത്യമല്ലേ? പിള്ളേരെന്ത് ചെയ്യുന്നില്ല? തോക്കുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? എല്ലാവർക്കും ഓൾ പാസ് കൊടുക്കണമെന്നാണ് ശിവൻകുട്ടി സാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എനിക്കതിനകത്ത് തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഒരു ജനറേഷൻ വളർന്നു വരിക, അവർക്ക് എന്തറിയില്ല. അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നിസ്സാര കാര്യം വന്നാൽ അവർ വാടിപ്പോവും. നമ്മളൊക്കെ തോറ്റല്ലേ വന്നേ? ഞാൻ തോറ്റാ വന്നേ. ഇടയ്ക്കൊക്കെ തോറ്റിട്ടുണ്ട്, എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ. നമുക്ക് ആ തോൽവിയുടെ ടേസ്റ്റ് അറിയാം. എന്തറിയാം? അറിയാവുന്നവരൊരു സ്വോത്രം പറഞ്ഞു, പ്രായമുള്ളവരൊക്കെ സ്വോത്രം. ഞങ്ങൾ പാസ് 99 മാർക്കായിരുന്നു ഞങ്ങൾ എല്ലാ സബ്ജക്റ്റിനും. അങ്ങനെയുള്ളവരൊന്നും പറയണ്ട. ഇടയ്ക്കൊക്കെ ഞാനും തോറ്റിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ബിറ്റർനെസ് അറിഞ്ഞ്, കാരണം തോൽവിയുടെ വില എന്താണെന്ന് ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കണം, ഇതൊക്കെ പഠിപ്പിക്കണം. ഇടയ്ക്കൊക്കെ ചില തോൽവികൾ, പാസ്റ്റർ ഇത് പ്രസംഗിക്കാനാണോ വന്ന് ബഹറിലങ്ങ് പോയാൽ പോരായിരുന്നു ഇന്നലെ? സ്വോത്രം. ഇടയ്ക്കൊക്കെ ആത്മീയ ജീവിതത്തിൽ എന്ത് വേണം? വേണ്ടേ? അവിടെയാണ് മധുരമാകേണ്ടത്. അവിടെയാണ് വിജയത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ചില തോൽവികൾ ഉണ്ടാകണം, ചില പരാജയങ്ങൾ ഉണ്ടാകണം. പക്ഷെ അതിനകത്തൊരു പ്രോമിസ് ഉണ്ട്, കൂടെ നടക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവാണ് ഒരു പർപ്പസ്ഫുള്ളി നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ വിട്ടേച്ച് പോകത്തില്ല. ഈ പർപ്പസ് പൂർത്തീകരിക്കുന്നത് വരെ ആത്മാവ് നമ്മുടെ കൂടെ നടക്കും. അതൊരു അഷ്വറൻസ് കേട്ടോ. മരുഭൂമി കൊണ്ടാക്കിയേച്ച് പോകുന്ന ഒരാളല്ല, ബോർഡിങ്ങിൽ കൊണ്ടാക്കിയിട്ട് പോകുന്ന പോലെ അല്ല. ഈ 40 ദിവസം കൂടെ നടക്കും, കൂടെ ഇരിക്കും, ആലോചന പറഞ്ഞു തരും, വഴികാട്ടിയായി കൂടെ നിൽക്കും. അതാ ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണ് ആത്മാവിന്റെ സാന്നിധ്യം നമ്മൾ കൂടുതൽ അനുഭവിച്ചറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരു അപ്രഖ്യാപിത ഫാസ്റ്റിംഗ് അവിടെ നടന്നു. 40 രാവും പകലും കർത്താവ് എന്ത് ചെയ്തു? ഉപവസിക്കുക. എവിടെ ഉപവസിക്കുന്നേ? അപ്പോൾ എക്സ്ട്രീം ക്ലൈമറ്റുകളിലാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ സിംബോളിക്കായി നമ്മളതിനെ എടുക്കണം. ഇത് നമ്മളെ പഠിപ്പിക്കുക, ചില കാര്യങ്ങൾ പഠിപ്പിക്കുക. പക്ഷേ ആ ഫാസ്റ്റിങ് വിജയകരമായിരുന്നു. പക്ഷേ ആ ഫാസ്റ്റിങ് പൂർത്തിയായപ്പം എന്ത് വന്നു? പരീക്ഷ വന്നു. പക്ഷെ അതിൻ്റെ മുമ്പ് അതാ വിഷയം. നമ്മളൊക്കെ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷം അല്ലേ? ഉറപ്പായിട്ട് ഫുഡും കാണും, കർത്തൃമേശ ഉറപ്പായിട്ട്. സ്വതന്ത്രം 21 ദിവസം പവർ പാക്ടായിരുന്നു. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട. നിങ്ങളിവിടെ ഉണ്ടോ അല്ലേ? പക്ഷെ ഇവിടെ ഉപവാസം കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? സ്വതന്ത്രം ഒരു വിശപ്പ് ഉണ്ടായി. ഈ വിശപ്പടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ ആളും അടുത്ത് വന്നത്. ആര്? കാരണം റൈറ്റ് ടൈം ഏതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. 40 ദിവസം ഉപവസിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ, ക്ഷീണമായില്ലേ? നിങ്ങളിവിടെ ഉണ്ടോ? നമ്മളും പറയാം ക്ഷീണം. വിശപ്പുണ്ടോ? ഉണ്ടോന്നോ? അല്ല, കണ്ടോ, കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എപ്പം നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണമെന്ന് ആർക്കറിയാം? നമ്മളെ എപ്പോൾ വീഴ്ത്താൻ പറ്റുമെന്ന് ആർക്കറിയാം? സത്യമല്ലേ? ആത്മീയ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോയ ഘട്ടങ്ങളിലാണ് അവൻ്റെ തന്ത്രങ്ങൾ ഏറ്റവും അധികം നമ്മോട് എന്ത് ചെയ്തത്? നമ്മൾ ബലപ്പെട്ടിരിക്കുമ്പോഴല്ല പിശാച് എന്ത് ചെയ്യുന്നേ?
നമ്മൾ ഏറ്റവും വീക്കായിരിക്കുമ്പോഴാണ്, റിജോയ് സഭയോടെ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കരുത്. വീക്കാകുന്നെന്ന് തോന്നിയാൽ ബലപ്പെടാൻ ശ്രദ്ധിച്ചോണം. പ്രാർത്ഥന കൂട്ടിക്കോണം, ഉപവാസം കൂട്ടിക്കോണം, ആരാധന കൂട്ടിക്കോണം. ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്ത് ചെയ്തോണം? നമ്മൾ സ്പിരിച്വലി വീക്കാകുന്നു എന്ന് കണ്ടാൽ ബോൾഡ് ആകാൻ എന്തൊക്കെ ചെയ്യാമോ, ഉറപ്പാകാൻ എന്തൊക്കെ ചെയ്യാമോ, അതെല്ലാം ദൈവമക്കൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര നൈസായിട്ടാ ആ വ്യക്തിത്വം യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരും. വിശന്നു. അപ്പോൾ പരീക്ഷകൻ, നമുക്കറിയാം 3 തരത്തിലുള്ള പരീക്ഷകൾ അവിടെ താഴെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പം 3 പരീക്ഷകൾ. ഒന്നാമത്തെ പരീക്ഷ ഇതാണ്, ഞാനങ്ങനെ പറഞ്ഞു പോകാം. അടുത്ത് വന്ന് പറഞ്ഞു, സ്തോത്രം, ദേ കല്ലടുത്ത് കിടക്കുന്നു, അപ്പമായി തീരാൻ ഒന്ന് കൽപ്പിച്ചാൽ കല്ലെന്താകും? സ്തോത്രം. കർത്താവിൻ്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും എന്ത് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ പരീക്ഷ ജസ്റ്റ് ഞാനങ്ങ് പറഞ്ഞു പോകും, നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കയറാൻ. ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, താഴോട്ട് ചാടിക്കോളാൻ പറഞ്ഞു. അപ്പം വാക്യം പറഞ്ഞ എന്ത് ചെയ്യുന്നേ? നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന്. നമ്മളെക്കാൾ നന്നായിട്ട് അദ്ദേഹത്തിന് എന്തറിയാം? പ്രൈസ് ദി ലോർഡ്. വചനം അറിയാം. എന്തറിയാം? വചനം അറിയാം. നിന്റെ കാൽ തല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് കരങ്ങളിൽ എന്ത് ചെയ്തോളും? ദൂതന്മാർ വഹിച്ചോളും. അപ്പം കർത്താവ് അതിന് തിരിച്ചു പറഞ്ഞ മറുപടി എന്തുവാ? നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അതാ രണ്ടാമത്തെ ടെസ്റ്റിംഗ്. മൂന്നാമത്തെ ടെസ്റ്റിംഗ് നമുക്കറിയാം, കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. എന്തുവാ അത്? ഭൂമിയിലെ സകല മഹത്വവും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ എന്ത് ചെയ്യാം? തരാം. കർത്താവിൻ്റെ മറുപടി, വിട്ടുപോ, ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ കോൺവെർസേഷനിൽ മുഴുവൻ ഉയർന്നു നിൽക്കുന്നത് ഒറ്റ കാര്യമാണ്, വചനം. ഒരു കാഷ്വൽ സംസാരമല്ല. റെസ്പോൺസും തിരിച്ചുള്ള റെസ്പോൺസും എന്തുവാ? വചനം. വചനം വെച്ചാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, പരീക്ഷ ജയിക്കണമെങ്കിൽ വചനത്തിൽ ആഴമുള്ള ഉറപ്പുണ്ടാകണം. വചനം കൊണ്ട് ചിലതിനെ ജയിപ്പാനുള്ള കൃപ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായി തീരണമെന്ന് ലേഖനങ്ങളിലൊക്കെ എടുത്തെഴുതിയിരിക്കുന്നത്. പരീക്ഷകളെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? വചനം വേണം. അപ്പം എക്സാമിനേഷൻ ജയിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീർമോനൊക്കെ എക്സാം കഴിഞ്ഞിരിക്കുക, സന്തോഷമായിരിക്കുക. സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ എക്സാം ജയിക്കണമെങ്കിൽ ഒറ്റ മാർഗം, വചനത്തിനകത്ത് ഡീപ്പായിട്ട് ഇറങ്ങണം, വചനം പഠിക്കണം. വചനം കൊണ്ട് ചില പ്രശ്നങ്ങളെ എന്ത് ചെയ്യണം? അതിജീവിക്കണം. ചില മണ്ഡലങ്ങളെ ജയിക്കാൻ വചനം കൊണ്ട് മാത്രമേ. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ചിലത്. അപ്പൊ ചില മേഖലകളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തന്നെ എന്ത് ചെയ്യണം? ജയമെടുക്കണം. ചില മേഖലകളിൽ വചനം കൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യണം. പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. ഉപവസിക്കാൻ പറ്റുന്ന സമയത്ത് ഉപവസിക്കണം. ഓൾ നൈറ്റ് ഇരിക്കാൻ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. നമുക്ക് എന്തൊക്കെ ആത്മീയമായി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആ സമയത്ത് എന്ത് ചെയ്യണം? കാരണം നാളെ അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക. ഈ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങാൻ കാര്യം ഇന്നലകളിലുള്ള പ്രാർത്ഥനയാണ് അല്ലേ? സോദര ദൈവസന്നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കേട്ടോ. ആ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഒരു പ്രതിസന്ധിക്കകത്തും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ തനിക്ക് കഴിഞ്ഞതിൻ്റെ പിന്നിൽ, ആ തൻ്റെ ബുദ്ധിയിന്മേൽ വ്യാപരിച്ച ദൈവിക സമാധാനത്തിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. അപ്പൊ കർത്താവ് അവിടെ ഉപവസിച്ചു. വചനം കൊണ്ട് ഈ പരീക്ഷകൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി ആ പരീക്ഷകളിലേക്ക് ഒന്ന് ആഴമായി ഇറങ്ങാൻ പോകുകയാണ്. അപ്പം ഈ പിശാച് അല്ലെങ്കിൽ ഈ പിശാച് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഒന്നാമത് പരീക്ഷിച്ചത് വിശപ്പുമായി ബന്ധപ്പെട്ട വിഷയം അല്ലേ? അതിനെ നമുക്ക് ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് എടുക്കാം.
സ്തോത്രം. ഈ ഭൗതിക ലൈഫിലാണ് പിശാച് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖല. അത് ജോലിയാകാം, സാമ്പത്തിക നന്മയാകാം, ലോണാകാം, കടഭാരമാകാം, പല നിലകളിലാകട്ടെ ഭൗതിക വിഷയങ്ങളിൽ പിശാച് നമ്മളെ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ദൈവമക്കൾ ശ്രദ്ധിക്കണം. വിശ്വാസ ജീവിതത്തിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് ചോദിച്ചാൽ ആരാ വീഴാത്തെ? നിങ്ങളിവിടെ ഉണ്ടോ? ക്ഷീണിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരാളുണ്ട്. ആട്ടെ, സ്തോത്രം. മെസ്സേജ് വിജയിച്ചു ഒരാൾക്കെങ്കിലും. സ്തോത്രം. നമ്മുടെ അടുത്ത് വന്ന് ഇത്രയും നാളും കരഞ്ഞിട്ടും ഉപവസിച്ചിട്ടും നിന്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരാ വീഴാത്തെ? കാരണം അതിനൊത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട്. പല തലങ്ങളിലുണ്ട്. ഈ ഭൗതിക തലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ഭൗമജീവിയിൽ ജീവിക്കുമ്പോൾ പിശാചിന് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ ഒത്തിരി തലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതിനെ ജയിക്കണമെങ്കിൽ വചനമകത്ത് കയറണം. ആ പറയുന്ന ഡയലോഗിനെ വചനം കൊണ്ട് വെട്ടാനുള്ള കൃപ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, കൗണ്ടർ ചെയ്യാൻ വചനമകത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ വചനം വായിച്ച് ചിന്തിച്ചു, അടുത്ത് കുറെ കല്ലേ ഉള്ളൂ, എന്തോ ചെയ്യും? അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ എടുക്കും കയ്യിൽ? ബൈബിൾ എടുക്കേണ്ടതിന് പകരം നിങ്ങളിവിടെ ഉണ്ടോ? എനിക്ക് സീരിയസ് ആയിട്ട് തോന്നി വായിച്ചപ്പോൾ. ഇതാ നമുക്ക് പറ്റുന്ന പരാജയം പലപ്പോഴും. നമ്മൾ പല ഭൗതിക വിഷയങ്ങളിലും ഈ ഫൈറ്റിൽ ഇടപെടുമ്പം നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന പലതുകൊണ്ടും അതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ വചനം അറിയാത്തവരാണെങ്കിലോ, ഇപ്പം നമ്മളാണെങ്കിൽ അന്യഭാഷ പറഞ്ഞ് എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. പക്ഷെ അന്ന് അതും ഇല്ല. അവരെങ്ങനെ ഫില്ല് ചെയ്യുന്നത്? എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? നിങ്ങളിവിടെ ഉണ്ടോ? ആകെ കൈ കിട്ടുന്നത് എന്തുവാ? ഈ കല്ലെടുത്താൽ എന്ത് പറ്റും? ആര് ജയിക്കും? ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. സാത്താൻ ജയിക്കുമെന്ന് പറയാൻ കാര്യം, പറഞ്ഞപ്പെട്ട ഒരു സാക്ഷ്യം നഷ്ടപ്പെടും. ഏതാ സാക്ഷ്യം? അതിലേക്കാ വരുന്നത്. ഇവൻ എൻ്റെ സ്തോത്ര. കർത്താവ് നമ്മളെക്കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യം നമ്മിൽ എന്ത് ചെയ്യണം? നഷ്ടപ്പെടണം. അതിന് പിശാച് ഏതൊക്കെ നിലയിൽ ശ്രമിക്കുവോ അതെല്ലാം എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ 4 നിലയുള്ള ഒരു വീട് വെച്ചാൽ ഏറ്റവും സന്തോഷിക്കുന്ന ആളാരാ? പറഞ്ഞു. നമ്മൾ റോൾസ് റോയ്സ് മേടിച്ചു, സന്തോഷിക്കുന്ന ആളാരാ? നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇതിലൊന്നും പിശാചിന് എന്തില്ല. നിങ്ങൾ ചിന്തിക്കരുത്, ഇതിനകത്തൊന്നും ആർക്ക് കംപ്ലൈൻ്റ് ഇല്ല. നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടി, അദ്ദേഹത്തിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടോ? നമുക്ക് ഒരുക്കുന്ന ഉയർച്ചകളെല്ലാം ഉയരത്തിന്ന തർക്കമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇതിനകത്ത് നമുക്കൊരു 2 ഇൻക്രിമെന്റ് കിട്ടി, പിശാചിന് എന്താ കംപ്ലൈന്റ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ പ്രശ്നം എവിടാ? ഈ സാക്ഷ്യം നഷ്ടപ്പെടുത്തണം. നിന്റെ ആത്മീക തലത്തിന് ക്ഷതമുണ്ടായാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്തുണ്ടായി? ഉദാഹരണം, ഞാനിപ്പോൾ അവിടെ പോവുക, 10 പേര് പറയാം, പാസ്റ്ററുടെ ശുശ്രൂഷ ഭയങ്കര, പിശാചിന് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ? പക്ഷെ 10 പേര് മാനസാന്തരപ്പെട്ടാലോ? 10 പേര് മടങ്ങി വന്നാലോ? നിങ്ങളിവിടെ ഉണ്ടോ? പാസ്റ്റേഴ്സ് മെസ്സേജ് വാസ് ഇൻസ്പയറിങ്, വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ അദ്ദേഹത്തിന്? നിങ്ങളിവിടെ ഇല്ല. പാസ്റ്ററുടെ മെസ്സേജ് ഞങ്ങൾക്ക് ആവേശമുണ്ടാക്കി, ചിലപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം കൂടെ കൈയടിക്കും. എന്താ കംപ്ലൈൻറ്റ്? അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ മാനസാന്തരം വന്നാലോ? പാപബോധം വന്നാലോ? ഏതാ വലുത്? നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പേടി വരും. ചിരിച്ചോണ്ടങ്ങിരുന്ന, സ്വോത്രമൊന്നും പറയണ്ട. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഏതാ പ്രശ്നം? സ്തോത്രം. ഈ സാക്ഷ്യം എന്ത് ചെയ്യണം? ഒരിക്കൽ തന്ന ഈ പദവി. പൗലോസിന്റെ ജീവിതം പഠിക്കുമ്പം കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്ക് താൻ ഇങ്ങനെ എഴുതി, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായില്ല എന്ന് വെച്ചാൽ പകർന്നത് അന്ത്യം വരെ സൂക്ഷിച്ചു. അതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കൃപ ചോർന്ന് പോയിട്ടുണ്ടെങ്കിൽ
അഭിഷേകം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് വെളുപ്പിന് ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുക, നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റ് അതാ, തിരിച്ചു പിടിക്കണം. 1% പോലും അതിനൊരു ഡൈല്യൂഷൻ ഉണ്ടാകാതെ ദൈവം ഏൽപ്പിച്ച ഒരു പദവി അന്ത്യത്തോളം കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ സാക്ഷ്യം അന്ത്യത്തോളം കേൾപ്പിക്കണം. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം. ആ സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പം, പല ഫാമിലികളുമായി സംസാരിക്കുമ്പം, ഇവിടെ അല്ല ഞാൻ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിൽ യാത്ര ചെയ്യുമ്പം, ഈ കുടുംബങ്ങളെല്ലാം അങ്ങോട്ട് പോയത് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച അല്ലേ? പോകുന്നത് എന്തിനാ? ഒറ്റ ലക്ഷ്യം, ഇതിനേക്കാൾ ബെറ്റർ അല്ലേ, സംതിങ് ബെറ്റർ. പക്ഷെ അവിടെ ചെന്ന് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് വരണ്ടായിരുന്നു. എന്താ കാരണം? വീട് കിട്ടാത്തതാണോ? അല്ല. ജോലി കിട്ടാത്തതാണോ? അല്ല. വണ്ടി കിട്ടാത്തതാണോ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഇതിനേക്കാൾ 4 ഇരട്ടി അവിടെ കിട്ടി. പക്ഷെ പലതും കിട്ടിയപ്പോൾ ചിലത് പോയി. അത് സ്പിരിച്വല. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാണ് ഇവിടെ. പക്ഷേ 10-20 വർഷം കഴിയുമ്പോൾ മനസ്സിലാകും രക്ഷപ്പെടാൻ ഒരു സാധ്യതയും. സത്യമല്ലേ ദൈവമക്കളെ? പലരും കരയുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും തലമുറകളെ ഓർത്ത് വ്യസനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 4 വണ്ടിയുണ്ടോ? ഉണ്ട്. 4-5 വീടുണ്ടോ? ഉണ്ട്. പലതും നേടി. പക്ഷെ സ്പിരിച്വലായി പലതും. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും നേടിയില്ലേലും ഈ സാക്ഷ്യം നിലനിർത്തണം. ഏത് സാക്ഷ്യം? ഇവൻ എൻ്റെ സ്തോത്രം. ദൈവം നമുക്ക് തന്ന ആ പദവി അന്ത്യത്തോളം നിലനിർത്താൻ കഴിഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യകരമായ ഒരു ജീവിതം ഇല്ല എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ആ ഭാഗ്യം ദൈവം നമുക്ക് തന്ന ഭാഗ്യമാ. അത് എത്ര പേർക്ക് ബോധ്യമുണ്ട്? എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു പദവിയാ, ദൈവം എനിക്ക് തന്ന ഒരു പ്രിവിലേജാ. കർത്താവേ, അന്ത്യത്തോളം ആ സാക്ഷ്യത്തിൽ നിലനിൽപ്പാനുള്ള ഒരു കൃപ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ആമേൻ. റിമെയിൻ ഇൻ ദ ടെസ്റ്റിമണി. അന്ത്യം വരെ ആ സാക്ഷ്യത്തിൽ നിലനിൽക്കണം. ഈ സാക്ഷ്യം നഷ്ടപ്പെടുത്താനാ കർത്താവിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്തത്? കർത്താവ് ഒരുപക്ഷെ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യുമെന്നൊക്കെയാണ് എന്ത് ചെയ്തത്. വിശന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ മുഖഭാവം മാറുമെന്നാണ് വിചാരിച്ചത്. സ്വതന്ത്രം. ഒരല്പ വിശപ്പുണ്ടായാൽ കർത്താവിൻ്റെ ആ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ആര് വിചാരിച്ചത്? പക്ഷെ അവിടെ ഉണ്ടായില്ല. വിശപ്പ് വന്നു, പക്ഷെ വചനം കൊണ്ട് വെട്ടാൻ തുടങ്ങി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും. സ്തോത്രം. ഇത് നമ്മുടെ ഒരു കൺവിക്ഷൻ ആയിരിക്കണം. ഈ ധൈര്യം അകത്തുണ്ടെങ്കിൽ ക്ഷീണിക്കത്തില്ല. നമുക്ക് പറയാൻ ചിലത് ഉണ്ടാകണം. അത് വചനം അകത്തോട്ട് ആഴമായി എന്ത് ചെയ്യണം? ക്രിയ ചെയ്യണം. അത് എക്സസൈസ് ചെയ്യാൻ നമുക്ക് ആത്മാർത്ഥമായി കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. അത് പഠിക്കുന്നതിലല്ല അർത്ഥം, പക്ഷെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയണം. സ്തോത്രം. ഒരു ദൈവദാസൻ പറഞ്ഞ ചിന്ത വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും ഓർക്കും. അദ്ദേഹം PhD എടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഫെയ്ത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ 10 ദിവസം അടുപ്പിച്ച് ഞാൻ പ്രസംഗിക്കും. സ്തോത്രം. ഇപ്പോൾ സണ്ണിച്ചാൻ വിളിക്കുക, 10 ദിവസം ക്ലാസ് എടുക്കണം. അപ്പോൾ ഇങ്ങോട്ട് പറയും, ആച്ചാ 10 ദിവസം കൊണ്ട് തീരത്തില്ല, ഒരാഴ്ച കൂടെ ഞാൻ എന്ത് ചെയ്യാം? കാരണം എനിക്കതിനെക്കുറിച്ച് എന്തറിയാം? ധാരാളം അറിവുണ്ട്. ധാരാളം എന്തുണ്ട്? അറിവുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, എൻ്റെ അമ്മ 10ാം ക്ലാസ് തോറ്റതാ, പക്ഷെ എനിക്കുള്ളതിൻ്റെ 100 ഇരട്ടി വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു. ഇത് അറിവും പ്രാക്ടിക്കൽ ലൈഫും തമ്മിലുള്ള. അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു.
പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നുള്ള. അപ്പൊ നമുക്ക് അറിവാണോ വേണ്ടേ, ഈ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന അനുഭവമാണോ വേണ്ടേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത്. വചനം കൊണ്ട് ചില എക്സാമിനേഷൻ ജയിക്കണം. ഇന്ന് രാത്രി അതൊരു തീരുമാനമായി ദൈവസന്നിധിയിൽ എടുക്കണം. കർത്താവേ, എൻ്റെ ക്ഷീണാവസ്ഥയിൽ തളർന്നു പോകാനല്ല, പിശാചിന്റെ ആയുധങ്ങളുടെ മുൻപിൽ പതറിപ്പോകാനല്ല. ഒരു വിശപ്പ് ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരു വേദന ഉണ്ടാകുമ്പം വിശ്വാസ ജീവിതത്തിൽ ഡൈല്യൂട്ട് ചെയ്യാനല്ല, മറിച്ച് വചനം കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ എനിക്ക് കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. രണ്ടാമത്തെ എക്സാമിനേഷനിൽ നമുക്ക് പെട്ടെന്ന് വരാം. ഒന്നാമത്തേത് ഫിസിക്കൽ കോഴ്സുകളാണ്, നമ്മുടെ ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട. രണ്ടാമെന്തുവാ, ആലയത്തിൻ്റെ അഗ്രത്തമ്മയെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു താഴോട്ട് എന്ത് ചെയ്തോളെ. അപ്പൊ കർത്താവ് പോയി തന്നെ നിന്നാണോ? അല്ല, ആര് കൊണ്ടുപോയി? അപ്പം ഈ ആത്മാവ് നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്കൊരു ഫ്രീ ഹോൾഡ് കിട്ടി ഇടയ്ക്ക് കുറച്ചു നേരം. പരീക്ഷകൻ അവനെ കൊണ്ടുപോയി എവിടെ നിർത്തി? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ വചനം കുറച്ചും കൂടെ വായിച്ചപ്പോൾ ആര് കൊണ്ടു നിർത്തി? ദേവാലയത്തിന്റെ അറ്റോപ്പിൽ, അഗ്രത്തിന്മേൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു ഇവിടുന്ന് എന്ത് ചെയ്തോളെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു കൺട്രോൾ ഇടയ്ക്ക് കൊടുത്തല്ലോ, അതുപോലെ ഇടയ്ക്ക് ഒരു കൺട്രോൾ ആർക്ക് കിട്ടി? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ഒരു കൺട്രോൾ ദൈവം ആർക്ക് കൊടുക്കും? ഈ എക്സാമിനേഷൻ ജയിക്കാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ ടെസ്റ്റ് ചെയ്യുക. ഈ അഗ്രത്തിന്മേൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞ് താഴോട്ട് എന്ത് ചെയ്തോ, നീ ദൈവപുത്രനെങ്കിൽ. അങ്ങനെ പറഞ്ഞു. അതാ വിഷയം. നീ ദൈവപുത്രനെങ്കിൽ ഞാനായിരുന്നു എന്ത് ചെയ്തേനെ? ഉറപ്പായിട്ട് ചാടും. കണ്ടോന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നേ? കാരണം ദൈവപുത്രൻ എന്ന് ചോദിച്ചോണ്ട. അത് നമ്മുടെ വികാരത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇമോഷണലി നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഏത് കുടുംബത്തിലെ ആണെന്ന് പാസ്റ്റർക്ക് അറിയത്തില്ല. അവിടാണ് നമ്മുടെ ഇമോഷൻ അകത്തോട്ട് എന്ത് ചെയ്യുന്നേ. നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. ഇമോഷണലിയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയത്. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോയിരിക്കേണ്ട ദൂതന്മാർ നിന്നെ, അയ്യോ എന്തോ നന്നായിട്ടാ ബൈബിൾ പറഞ്ഞു കൊടുക്കുന്നത്. ദൂതന്മാർ നിന്റെ കൈകളിൽ, അയ്യോ സ്തോത്രം. നമ്മളാണെങ്കിൽ ഇത് ഡിസേൺ ചെയ്യാൻ പറ്റത്തില്ല ആരാ ഇത് പറഞ്ഞതെന്ന്. നമ്മൾ ചിലപ്പോൾ ഡേറ്റും കൊടുക്കും ആക്ക്. എത്ര കൃത്യമായിട്ടാണ് ബൈബിള് വരെ ഇങ്ങോട്ട് പറഞ്ഞ്. വളരെ ഡിസേൺ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഹല്ലേലൂയ നമ്മൾ ഈ തലമുറയിൽ വന്നിരിക്കുക. ദൈവമക്കളെ, വളരെ പ്രാർത്ഥിക്കണം. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില ദൈവമക്കൾ, ഇന്ന പാസ്റ്ററെ അറിയാമോ, എന്തോ മെസ്സേജാ പാസ്റ്ററെ, നമുക്ക് പറയാൻ പറ്റൂ. കാരണം ദ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് ഈ കാലഘട്ടത്തിൽ വളരെ ഇത്ര അടുത്ത് വന്ന് ബൈബിള് പറയുമ്പം ഓട്ടോമാറ്റിക്കലി ആരായാലും വിശ്വസിച്ചു പോകും. കാരണം എന്ത് പറഞ്ഞാ കോട്ട് ചെയ്യുന്നേ? ദ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് ഈ ദിവസങ്ങളിൽ ആവശ്യമാണ്. അത് നമ്മൾ വളരെ, കാരണം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ ഒരു കാലത്തിലാണ്? അന്ത്യകാലം. അതിൻ്റെ ഏറ്റവും അവസാന വിഷമമുണ്ടോ? അതിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിലേക്ക് വരികയാണ്. വ്യക്തികളെ വിവേചിക്കണം, വചനത്തെ വിവേചിക്കണം, ഉപദേശങ്ങളെ, ഡോക്ട്രിനുകളെ വിവേചിക്കണം. അതൊരു വരമാ, അതൊരു ഗിഫ്റ്റാ. പ്രോഫസി മാത്രമല്ല കൃപ. ദൈവം പകരുന്ന ഒരു കൃപയിൽ ഒരു കൃപയാണ് എന്ത്? വരം. ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം നമുക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവിടെയാണ് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചിരിക്കുന്നത്. കർത്താവിന് മനസ്സിലായി ഇത് മേളിൽ നിന്നുള്ളതല്ല, ഇത് കീഴെന്നുള്ളതാ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്ത് സിമ്പിളായിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്നത്. ഇമോഷണലി അറ്റാക്ക് വന്നത്, പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? ക്യാരക്ടറിൽ അറ്റാക്ക് വന്നത്. പക്ഷെ കർത്താവ് പറയുക, ദൈവത്തിന് നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നുകൂടി. ഞാൻ ചോദിക്കട്ടെ, ഈ വാക്യം അറിയത്തില്ലായിരുന്നല്ലോ? ഉറപ്പായിട്ട് ചാടുവോ? അങ്ങനെ നമ്മൾ പല കുഴിയിലും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ പല ട്രാപ്പിലും വീണ് പോകുന്നത് തിരിച്ചു പറയാനുള്ള വാക്യം നമുക്ക് സ്വതന്ത്രം. ഞാനാണെ പറഞ്ഞതിനെ റെഫറൻസ് നോക്കി അടുത്ത ആഴ്ച പറയാവുന്നത്. പക്ഷെ നമുക്ക് പലതും അറിയാത്തത് കൊണ്ടാണ് ഈ ട്രാപ്പിനകത്ത് എന്ത് ചെയ്യുന്നത്? വീഴ്ത്താനുള്ള ഒറ്റ ലക്ഷ്യം, സാക്ഷ്യം നഷ്ടപ്പെടുത്തണം. ഒരിക്കൽ കേട്ട ശബ്ദം, ഇവൻ എൻ്റെ, ചാടിയിരുന്നേലോ. അപകടം ഉണ്ടോ?
എനിക്കറിയാം റിവൈവൽ മെസ്സേജ് അല്ല, പക്ഷെ ഇത് ചിന്തിക്കണം. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്താൻ, നമ്മുടെ കൃപ ചോർത്തിക്കളയാൻ, നമ്മുടെ ആത്മീയ തലത്തെ ഡൈലൂട്ട് ചെയ്യാൻ പിശാച് എന്തൊക്കെ ശ്രമം നടത്തുമോ അതെല്ലാം അവൻ എന്ത് ചെയ്യും. പക്ഷെ അതിനെ അതിജീവിക്കുന്നവരായി നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അവനെ തോൽപ്പിക്കണം, പോരാടി തോൽപ്പിക്കണം. പോരാടി തോൽപ്പിക്കണമെങ്കിൽ കല്ലുകൊണ്ട് പറ്റില്ല, ബുദ്ധി കൊണ്ട് പറ്റില്ല, നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ കൊണ്ട് പറ്റില്ല, വചനം കൊണ്ടേ പറ്റൂ. ആ വചനത്തിനകത്ത് ഗ്രൗണ്ടഡ് ആയാൽ മാത്രമേ ആ വചനം കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? അതിനുള്ള മരുന്ന് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, ആ മരുന്ന് ഉപയോഗിക്കണം. ദാവീദ് പറഞ്ഞ പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ കണ്ട് വിഷമിച്ച് നിന്നാൽ നടക്കത്തില്ല. പക്ഷെ വചനം ഉള്ളിനകത്തുള്ളവൻ വിശ്വാസത്തോടെ പറഞ്ഞു, ഈ മതിൽ ഞാൻ എന്ത് ചെയ്യും? ചാടിക്കടക്കും. അതൊരു ദൈവത്തിന്റെ പ്രത്യാശയാ. മതിൽ കണ്ട് ഭയപ്പെട്ട് നിന്നാൽ ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ ഒരു ഇഞ്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ആ ടെസ്റ്റിങ്ങിനെ കർത്താവ് എന്ത് ചെയ്തു? മറികടന്നു. മൂന്നാമത്തെ ടെസ്റ്റിങ് ശ്രദ്ധേയമാണ്. മൂന്നാമത്തെ ടെസ്റ്റിങ് ഭൂമിയിലെ മുഴുവൻ മഹത്വം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ആ ഗ്ലോറി മുഴുവൻ ആരെ കാണിച്ചു? യേശുവിനെ കാണിച്ചു. ഇത് പറഞ്ഞു, സിമ്പിൾ കാര്യം, ഇത് മുഴുവൻ എന്ത് ചെയ്തേക്കാം. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വീണു പോകുന്നൊരു വിഷയം അല്ലേ? സ്തോത്രം. ബാംഗ്ലൂർ ഇപ്പോൾ അടുത്ത ഒരു വലിയ റിവൈവൽ നടന്നു. എത്ര പേര് കണ്ടു? ഒരു ദിവസം പ്രസംഗിക്കുക, 6 വീട് കിട്ടിയെന്ന. ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഫ്ലൈറ്റ് പിടിച്ചൊന്ന് നമുക്ക് 1 മതി. 6 നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുവാണോ അതോ പോകാഞ്ഞതിൽ വിഷമിച്ചിരിക്കുവാണോ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? മഹത്വം മുഴുവൻ ഈ ഉപദേശം എവിടുന്ന് വരുന്ന? ആ സന്തോഷമൊക്കെ അങ്ങ് പോയി. തരാം എന്നുള്ള ഉപദേശം എവിടുന്ന് വരുന്ന? നമുക്കുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവം തന്നിരിക്കും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര! ആ കരുതൽ ദൈവം നമ്മൾ ഇഷ്ടപ്പെട്ടാലും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലേലും ദൈവം അത് അതാത് സമയങ്ങളിൽ എന്ത് ചെയ്യും? സ്വോത്രം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ദൈവത്തിൻ്റെ ദൂതുകൾ ഒരിക്കലും നമ്മളെ ഒരു എക്സ്റ്റസിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല, ഒരു ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, ഒരു ഉത്സാഹത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല. മറിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മെ ഒരുക്കുന്ന ആലോചനകൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ളതെല്ലാം ദൈവം 1% പോലും കുറയ്ക്കത്തില്ല. ഇനി നമ്മൾ കൃപയെന്ന് മാറിയാലും നമ്മുടെ പിതാക്കന്മാരുള്ള നീതി ദൈവം വെളിപ്പെടുത്തും. അതിൽ കാരണം ദൈവം അനീതിയുള്ള ദൈവം അല്ലല്ലോ, ആണോ? സ്തോത്രം. ഉദാഹരണം പറയാം, ഇപ്പം ഞാൻ വിശ്വാസത്തിൽ ഒന്ന് ക്ഷീണിച്ചാലും എൻ്റെ മാതാപിതാക്കന്മാർ ദൈവസന്നിധി കരഞ്ഞൊരു കണ്ണുനീരുണ്ട് അല്ലേ, അത് ദൈവം മറക്കത്തില്ല. മറക്കുമോ? ഞാൻ അല്പം ഒന്ന് പിന്മാറിപ്പോയാലും ദൈവം അത് മറക്കത്തില്ല. കാരണം ദൈവം അനീതിയുള്ള അല്ല. തലമുറകളെ ദൈവം എന്ത് ചെയ്യും? ദൈവം തലമുറകളെ ആദരിക്കും. ഞാനൊരു വെസ്റ്റേൺ രാജ്യത്ത് ചെന്നപ്പം ഒരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി, ദൈവത്തിന് സ്തോത്രം. അപ്പം ഇങ്ങനെ പരിചയപ്പെടുത്തി വന്നപ്പം കേരളത്തിലെ പഴയ ഒരു അപ്പച്ചൻ്റെ തലമുറകളാണ്, 5-6 കുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാ വീടുകളിലും ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം അവരെ എന്ത് ചെയ്തു? ഒത്തിരി അനുഗ്രഹിച്ചു. 4-5 വീട്, വണ്ടികൾ, അതിനുള്ള സാഹചര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞ് പാസ്വേഡ് ചോദിച്ചു, പറഞ്ഞ് സഭയെ പിരിവൊന്നുമില്ലെന്ന് പറഞ്ഞു. കാരണം ഇവർ 5-6 പേരെ എല്ലാം സ്തോത്രം ഒരാവശ്യം പാസ്റ്റർ പറയാൻ ഇവിടെ പിരിവൊന്നും വേണ്ട, മൊത്തം ഞങ്ങൾ എന്ത് ചെയ്തേക്കാം. കാരണം ദൈവം അതുപോലെ അവരെ എന്ത് ചെയ്തു? സ്തോത്രം. അപ്പോൾ ആ വീട്ടിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ച വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയെ പാസ്റ്ററുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഇവരിൽ എത്ര പേര് സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചു. ആത്മാവിലാണ് ചോദിച്ചത്. അപ്പം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഈ ദൈവാസൻ സൈഡിലോട്ട് അങ്ങ് എന്ത് ചെയ്തു? ഞാനങ്ങ് പേടിച്ചു. അന്യരാജ്യമാണ്, നമുക്കറിയാവുന്ന ആൾക്കാരല്ല. ഇവിടെ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. നിങ്ങളിവിടെ ഉണ്ടോ? ഒരു അന്യരാജ്യം, അറിയാത്തൊരു പാസ്റ്റർ, അറിയാത്ത വിശ്വാസികളാണ്.
ഞാൻ ആ ദൈവദാസൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോദിച്ചു, അവിടുത്തെ അവസ്ഥ കണ്ട, സ്പിരിച്വൽ നേച്ചർ കണ്ടെന്ന് ചോദിച്ചാൽ, ഇവരിൽ എത്ര പേര് സ്വർഗത്തിൽ? ഒരു IPCയിൽ ഒരു പഴയ ദൈവദാസൻ്റെ ദൈവം അതുപോലെ ഉപയോഗിച്ച, ഒത്തിരി കർത്താവിന് വേണ്ടി പട്ടിണി കിടന്ന, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരു ദൈവദാസൻ്റെ തലമുറകളാണ്, 3 or 4 തലമുറകളാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവദാസൻ എന്നെ വളരെ ഒരു ക്രൂരഭാവത്തോടെ നോക്കി. ഞാനങ്ങ് വല്ലാതായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഒന്നും മിണ്ടിയില്ല. കുറേ കഴിഞ്ഞ് താൻ ഓടിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്താ പറയുന്നത്, ആ സ്റ്റിയറിംഗ് വീലിലോട്ട് ആ തല വെച്ച് അങ്ങ് കരഞ്ഞുള്ളി. സ്തോത്രം. എനിക്കങ്ങ് വേദന തോന്നിട്ട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഞാൻ ചോദിച്ച ചോദ്യം തെറ്റായെങ്കിൽ ഞാൻ മനഃപൂർവ്വം നിർവ്യാജമായിട്ട് എന്ത് ചെയ്യുന്നു? ഖേദിക്കുന്നു. നമുക്കതല്ലേ പറയാൻ പറ്റൂ. പക്ഷേ പാസ്റ്റർ കുറേ നേരം കരഞ്ഞിട്ട് തലയൊക്കെ ഒന്ന് പൊക്കി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റാണ്. ഇവരിൽ എത്ര പേര് എന്നോട് സത്യമായിട്ട് പറയുക, എനിക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. എനിക്കെന്തില്ല? സ്തോത്രം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവം ഇത്രയും ഇവരെ അനുഗ്രഹിച്ചില്ലേ? പാസ്റ്റർ പറഞ്ഞ സത്യമാണ്. സ്വർഗത്തിൽ പോകുന്ന എനിക്ക് ഒരു ഗ്യാരണ്ടി, പക്ഷേ അത് ആ അപ്പച്ചനുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. കാരണം ദൈവത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, തലമുറകളെ ദൈവം എന്ത് ചെയ്യും? ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യു വിൽ ഗോ ടു ഹെവൻ. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് എടുത്ത് പറയുന്നത്, ഏറ്റവും വലിയത് നമ്മൾ പ്രാപിക്കുന്ന നന്മയല്ല, സാക്ഷ്യമാണ്. അത് നിലനിർത്താൻ ലൈഫ് ലോങ്, മരണപര്യന്തം വിശ്വസ്തനായി ദൈവമേ ആ സാക്ഷ്യം നിലനിർത്താൻ, ആ ടെസ്റ്റിമണി നിലനിർത്താൻ എന്നെ ഉപയോഗിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കണം? ക്ഷീണിച്ചോ എല്ലാവരും? 5 മിനിറ്റ് കൂടെ പൊക്കോട്ടെ. 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. 3ാമത്തെ ടെസ്റ്റിങ്, ഈ ലോകത്തിലെ മുഴുവൻ മഹത്വവും നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്തു? കർത്താവ് വീഴാഞ്ഞതിൻ്റെ കാര്യം എന്താ? സ്തോത്രം. സൃഷ്ടാവ്. അത് തിയോളജിക്കലി കറക്റ്റാ. പക്ഷെ കർത്താവ് അവിടെ പറഞ്ഞൊരു മറുപടി, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ. എന്നുവെച്ചാൽ ഇതൊന്നും അല്ല വിഷയം. എൻ്റെ മോട്ടീവ് എന്തുവാ? എൻ്റെ പ്രയോറിറ്റി എന്തുവാ? That is worship. നമ്മളെ വിളിച്ചത് എന്തിനാ? നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? ജീവനുള്ളതൊക്കെയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്വാസം ഉണ്ടെങ്കിൽ ഓർത്തോണം, ഇന്ന് ഒരു ദിവസം കൂടെ തന്നത് എന്തിനാ? ആരാധിക്കാനാ, ദൈവത്തെ സ്തുതിക്കാനാ. മൂക്കിൽ ശ്വാസമുള്ളതൊക്കെയും യഹോവേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. ദൈവ ശ്വാസം തന്നത് എന്തിനാ? ദൈവ ആരോഗ്യം തന്നത് എന്തിനാ? ദൈവ ശബ്ദം തന്നത് എന്തിനാ? ദൈവം ബലം തന്നത് എന്തിനാ? ദൈവത്തെ ആരാധിക്കാനാ. കഴിയുന്ന സമയത്ത് ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് എന്തൊക്കെ ദൈവസന്നിധി ചെയ്യാൻ പറ്റുമോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. യൂസ് ദ ടൈം വൈസ്ലി. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ UK-യിലായിരുന്ന സമയത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ വന്നു. പ്രായമുള്ളൊരു അപ്പച്ചനാണ്, 74 വയസ്സുണ്ട്. ഞാൻ ഇപ്പോഴും അത് മറന്നിട്ടില്ല. അപ്പച്ചന് പ്രസംഗിക്കാൻ കൊടുത്തു. 1.5 മണിക്കൂർ. നല്ലൊരു ആരോഗ്യമുള്ളൊരു അപ്പച്ചനാണ്. ദൈവത്തിന് നല്ല നീളമുണ്ട്, വണ്ണമൊക്കെ ഉണ്ട്. യോഗമൊക്കെ കഴിഞ്ഞു. ഭൂരിപക്ഷം പേര് ഉപവാസം എടുക്കുക. അപ്പം ചില പിള്ളേരെ മാതാപിതാക്കൾ നിർബന്ധിച്ച് എന്തിന് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അപ്പച്ചന് ആ വീട്ടിലെ അമ്മമ്മ ആഹാരമൊക്കെ എന്ത് ചെയ്തു? വിളമ്പി. ചോറും കറിയും അതിൻ്റെ കറികളും ഒക്കെ വിളമ്പി. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം 7 or 8 വയസ്സൊരു കൊച്ച്, ഇച്ചിരി കുസൃതിയാണ്, ചോദിച്ചു, എല്ലാവരും ഉപവസിക്കുമ്പോൾ അപ്പച്ചൻ എന്തിനാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. സ്തോത്രം. ഈ വീട്ടുകാരങ്ങ് വല്ലാതായിപ്പോയി. വലിയകാലത്തെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് അപ്പച്ചൻ എന്ത് ചെയ്തു? കുഞ്ഞ് 7 or 8 വയസ്സല്ലേ ഉള്ളൂ അല്ലേ? നിഷ്കളങ്കതയിലാണ് ചോദിച്ചത്. എല്ലാവരും ഉപവസിക്കുമ്പം എന്ന് വെച്ചാൽ ഈ കൊച്ചിനെ എന്ത് ചെയ്യുക? നിർബന്ധ ഉപവാസമല്ല, നിർബന്ധിത ഉപവാസം. ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചൻ എന്ത് കൊടുക്കുന്നത്? അപ്പോൾ കൊച്ചിനെ ഒട്ടും സഹിച്ചില്ല. സോദരൻ, ഞാനിവിടെ ഇരുന്ന് ഉപവസിക്കുമ്പോൾ അപ്പച്ചൻ എന്ത് കൊടുക്കുക? എല്ലാവരും അങ്ങ് വല്ലാതായിപ്പോൾ. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ കൊച്ചിന് നല്ല അടി അന്ന് കിട്ടിക്കാണും. അവിടെ അടിക്കരുന്ന, പക്ഷെ എന്നാലും കിട്ടിക്കാണും. ആ അമ്മ അങ്ങനെയുള്ള അമ്മയാണ്, എനിക്കറിയാം. സ്തോത്രം. നല്ലത് കിട്ടിക്കാണേ. പക്ഷേ പിന്നെ ആരും ആ വിഷയത്തെക്കുറിച്ച് മിണ്ടിയില്ല. പക്ഷെ എല്ലാവരും അങ്ങ് വല്ലാതായി. യോഗ കഴിഞ്ഞു പിരിഞ്ഞു പോയി. വൈകിട്ടത്തെ യോഗത്തിന് വന്നു. 6:30 മീറ്റിംഗ് തുടങ്ങി. അപ്പച്ചന് പ്രസംഗിക്കാൻ 7:30 ആയപ്പോൾ കൊടുത്തു.
എന്നിട്ട് പ്രസംഗം ഇങ്ങനെ തുടങ്ങി. എല്ലാവർക്കും ഒരു സംശയം, അപ്പച്ചൻ്റെ അകത്ത് വല്ല വിഷമം. കാരണം അപ്പച്ചനൊന്നും പറയുന്നുമില്ല, ചോദിച്ച ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല, ആരോട് ഈ വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ എല്ലാവർക്കും അകത്തൊരാദി ഇന്ന് രാത്രി ആർക്കെങ്കിലും വിട്ട് സ്തോത്രം. അപ്പോൾ മെസ്സേജൊക്കെ തുടങ്ങി, വാക്യമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ ഇങ്ങ് വിളിച്ചു. സ്തോത്രം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, എന്തുവാ പറയാൻ പോകുന്നത്? 8 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റാണ്. പക്ഷേ അപ്പച്ചനൊരു 17 തരം രോഗമുണ്ട്. ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, BP ഉണ്ട്, പിന്നെ താഴോട്ട് ഹാർട്ട് തുടങ്ങി താഴോട്ട് അങ്ങ് പോവുക. 74 വയസ്സുണ്ട് അപ്പച്ചന്. ഒരു 17 രോഗങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എല്ലാം ഓർക്കുന്നില്ലെങ്കിലും 17 കാര്യം പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചനാവുന്ന കാലത്ത് ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ചോദിച്ചു, കുഞ്ഞ് പട്ടിണി കിടന്നിട്ടുണ്ടോ? പറഞ്ഞു, എന്താന്ന് പോലും അറിയത്തില്ല. അപ്പച്ചന് ഒത്തിരി ദിവസം പട്ടിണി കിടന്നു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി. പക്ഷെ ഇന്ന് അപ്പച്ചൻ അതിനുള്ള ബലമില്ല. ഉപവസിക്കണം എന്ന് എന്തുണ്ട്? എന്നിട്ട് പറഞ്ഞു, മക്കളെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്തോണം. നാളെ ചിലപ്പോൾ നമുക്കൊരവസരം എല്ലാം തികഞ്ഞിട്ട് ഒന്ന് ആരാധിക്കാന്ന് വെച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറിയിട്ട് ഒന്ന് കൈയടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, സത്യമല്ലേ? പറ. ആന്നു നമ്മുടെ ഒന്ന് കഴിയുമ്പോൾ ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാം ജയിച്ചങ്ങ് പോകാന്നേ ഉള്ളൂ, ഇല്ലേ? അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ്. ഇതിനെല്ലാം അതിജീവിച്ചു പോകും. പക്ഷെ ഇതൊന്നും കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് നല്ലപോലെ ആരാധിക്കാന്ന് വെച്ചാൽ നമുക്കൊരിക്കലും, നമുക്ക് പറ്റുന്ന സമയത്ത് നല്ലപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അത് വിശ്വസ്തയോടെ ചെയ്യണം. നമ്മുടെ വാക്കുകൾ ഊവ എന്ന് തന്നെ ആയിരിക്കണം. ആ വാക്കുകൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആവേശം നമ്മുടെ അകത്ത് ഉണ്ടാകണോ? നമ്മൾ പറയുന്ന വാക്കുകളിൽ നിലനിൽക്കാനുള്ള ഒരു കൃപ. സ്തോത്രം. 2 ആഴ്ച മുമ്പ് ഒരു പുതിയ വിശ്വാസി ചർച്ച വന്നു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുക. അപ്പോൾ ആ ദിവസം ചോദിച്ചു, എപ്പോഴാണ് പാസ്റ്റർ യോഗ തുടങ്ങുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, 5:45 തുടങ്ങും. സൺഡേ സ്കൂൾ 5:35 5:40 ആകുമ്പോൾ തീരും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന 5:45. ഞാൻ 5:30 വന്നോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, 5:30 വരണ്ട, കാരണം അവിടെ എന്ത് നടക്കുക, സൺഡേ സ്കൂൾ നടക്കുക, പിന്നെ മൈക്ക് സെറ്റ് ചെയ്യുന്നവരെ വരത്തുള്ളൂ. 5:30 വരണം. 5:40 അല്ല, ഞാൻ വന്ന പ്രാർത്ഥിക്കാമല്ലോ ഇരുന്ന് കുറച്ച് നേരം. എനിക്ക് ഭയങ്കര ആവേശം കയറി. നിങ്ങളിവിടെ ഉണ്ടോ? ഇങ്ങനെ വിശ്വാസികളുണ്ടെങ്കിൽ സന്തോഷം, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ എന്തോ പാസ്റ്റർമാരുടെ ആവേശം. അന്ന് പുള്ളി 6:10 സ്തോത്രം ചോദിച്ചാൽ പറഞ്ഞു ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച ഇതുപോലെ വിളിച്ചു, പാസ്റ്റർ എപ്പോഴായോ? 5:45. ഞാൻ പറഞ്ഞു 5:45. 5:30 വരണോ? ഞാൻ പറഞ്ഞു വേണ്ട, 5:40 അന്ന് പുള്ളി വന്നത് 6 മണിക്ക്. സ്തോത്രം. എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠം, ഈ ആവേശത്തിനകത്ത് പെട്ടുപോയത്. അങ്ങനെ പെട്ടുപോയാൽ ഞാൻ പെട്ടുപോകും. അപ്പം ഞാനങ്ങ് സ്വപ്നം കാണി ഇങ്ങനെയുള്ള ഒരു 10 വിശ്വാസിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവമേ, സഭയൊക്കെ ഉണർത്തപ്പെട്ട്, ആഗ്രഹത്തിൽ പറയുന്ന, പക്ഷെ ഇതൊന്നും, പക്ഷെ അധികം പറയാത്തവരെ നിങ്ങൾ ശ്രദ്ധിച്ച്, അവർ ചെയ്യും. അവർക്ക് വലിയ ആവേശവും ഉത്സാഹമൊന്നും, പാസ്റ്റർ അത് ചെയ്യാവുന്നൊന്നും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ചാടിക്കയറി പറയത്തൊന്നുമില്ല, പക്ഷെ അവർ ചെയ്തിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് ഇമോഷൻ അല്ല, നിലനിൽക്കാനുള്ള ആ എടുത്ത തീരുമാനത്തിൽ എന്ത് ചെയ്യണം. ഞാൻ ഈ ഉദാഹരണം എല്ലാം പറയുന്നത് സ്തോത്രം, നാളെ സഭയിൽ വന്ന് തിരിച്ചു പറയാനല്ല, പാസ്റ്റർ ഒരു വിശ്വാസിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അല്ല. ഇത് നമ്മളെ പഠിപ്പിക്കുക. ഇമോഷൻ അല്ല നമുക്ക് വേണ്ടേ, ആവേശമല്ല വേണ്ടേ, ബോൾഡായി അതിൽ ഉറച്ചു നിൽക്കാൻ. ദൈവം തന്നൊരു പദവി എന്തുവാ? ബിലവഡ് സൺ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ പദവിയിൽ അവസാനം വരെ ഓർക്കണം, ശോധനകളുണ്ട്, പരീക്ഷകളുണ്ട്, പക്ഷെ അതിനെ ജയിക്കാൻ ദൈവം ബലപ്പെടുത്തും.
ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ, വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുമ്പം അങ്ങനെ ഈ പ്രതിസന്ധികളെ, പരീക്ഷകളെ ഒക്കെ അതിജീവിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ എന്നെ ഒന്ന് ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയുക? കണ്ണുകളൊന്ന് അടച്ച് ഒരു വ്യക്തിപരമായി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ജയം. കർത്താവേ, പലപ്പോഴും തോറ്റുപോകുന്ന, വീണുപോകുന്ന, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന, നിരാശപ്പെട്ടു പോകുന്ന, തളർന്നു പോകുന്ന, പിന്മാറിപ്പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കർത്താവേ. എന്നാൽ ഈ ദിവസങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് ഒരു പുത്തൻ ബലത്തോടെ പരീക്ഷകളെ കർത്താവെ ഒരു വിജയമാക്കി തീർത്ത്, വചനം കൊണ്ട് അതിനെ ജയിച്ച്, ആത്മാവ് കൊണ്ട് അതിനെ ജയിച്ച്, ദൈവകൃപ കൊണ്ട് അതിനെ ജയിച്ച്, ദൈവം ഞങ്ങൾക്ക് തന്ന സാക്ഷ്യത്തിൽ അന്ത്യത്തോളം നിലനിൽപ്പാൻ ഒരു കൃപ ഈ ദിവസങ്ങളിൽ സഭയായി ഞങ്ങൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പകരണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. പിശാചിന്റെ കെണികളിൽ അകപ്പെട്ടു പോകരുത്, വീണുപോകരുത്, തളർന്നു പോകരുത്, പതറിപ്പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇമോഷൻസ് അല്ല നമ്മളെ ഹല്ലേലൂയ മുന്നോട്ട് നയിക്കേണ്ടത്, ദൈവ കൃപയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ കൃപ ഞങ്ങളുടെ മേൽ പകരണം കർത്താവേ. ആ കൃപ ചോർന്നു പോകുന്നത് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹീതമായ ഈ പകൽ സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. റിജോയ്സ് സഭയായി ഒരുമിച്ച് ഇങ്ങനെ വചനത്തിന് മുൻപിൽ അല്പനിമിഷങ്ങൾ ചെലവിടുവാൻ ദൈവം തന്ന ഈ ഭാഗ്യ പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷക്തനെ, കുടുംബത്തെ, വിലപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം ഞങ്ങൾക്ക് പോരാട്ടങ്ങളുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി എക്സാമിനേഷനുകൾ ഉണ്ട്, ഞങ്ങളത് തിരിച്ചറിയുന്ന കർത്താവേ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏത് മരുഭൂമിക്കകത്തും ജയിപ്പാൻ ഞങ്ങളെ കരുത്തരാക്കുന്ന, പ്രാപ്തമാക്കുന്ന ഒരു അത്യന്ത ശക്തി കർത്താവേ ഈ പകൽ സമയം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ദൈവം പകരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം തന്ന പദവി കൈമോശം വരാതെ വിശ്വസ്തരായി അന്ത്യത്തോളം നിൽപ്പാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവ് പരീക്ഷ ജയിച്ചപ്പോൾ പിശാചവനെ വിട്ടുപോയി എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ചില കുടുംബങ്ങൾക്കകത്ത് ആധിപത്യം വഹിക്കുന്ന ചില പൈശാചിക മേഖലകൾ ഈ ദിവസങ്ങളിൽ തകർന്നു മാറട്ടെ. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന ചില മേഖലകൾ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന് കീഴ്പ്പെടുന്ന അനുഭവങ്ങളായി തീരുവാൻ എൻ്റെ ദൈവം കരുണ ചെയ്യണം. ഈ സഭയെ ഈ വചനം ചൊല്ലി അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനകളും അനുഗ്രഹമാക്കി തീർക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തന്ന പദവി മറക്കരുത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ മരുഭൂമികളെ ജയിക്കണം, പരീക്ഷകളെ ജയിക്കണം. അങ്ങനെ ജയിക്കുമ്പം ദൈവം തരുന്നൊരു പ്രോമിസ്, അവൻ വിട്ടുപോകും. അവൻ നമ്മളെ, അടുത്തൊരു വാക്കോടുണ്ട്, ദൂതന്മാർ യേശുവിന് ശുശ്രൂഷ ചെയ്തു. വാട്ട് എ പ്രിവിലേജ് ഇറ്റ് ഈസ്. അത് എത്ര വലിയൊരു പദവിയാണ്. ദൈവം നിങ്ങളെ അതിനായി ബലപ്പെടുത്തട്ടെ. അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു.